Sixth question. Prove that all the circles drawn on the four sides of a rhombus as diameter pass through a common point. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക. ഈ ചോദ്യം ഒരു സമഭുജ സാമാന്തരികം റോംബസ്, നമ്മൾ അതിന് പേര് കൊടുത്തു ABCD എന്നുള്ളത്. അപ്പൊ സമഭുജ സാമാന്തരികം റോംബസ് എന്ന് പറയുന്നത് 4 വശങ്ങളും തുല്യമായ സാമാന്തരികമാണ് സമഭുജ സാമാന്തരികം. 4 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാം ആണ് റോംബസ് എന്നുള്ളത്. ഇനി ഈ സമഭുജ സാമാന്തരികത്തിന്റെ ഓരോ വശവും വ്യാസമായി വൃത്തങ്ങൾ വരച്ചിരിക്കുകയാണ്. AB വ്യാസമായിട്ടുള്ള ഒരു വൃത്തമാണിത്, BC വ്യാസമായ ഒരു വൃത്തം, CD വ്യാസമായ ഒരു വൃത്തം, DA വ്യാസമായ ഒരു വൃത്തം. അങ്ങനെ 4 വശങ്ങളും വ്യാസമായി 4 വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ 4 വൃത്തങ്ങളും പൊതുവായി ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്നുള്ളതാണ്. പ്രാക്ടിക്കലായി നമ്മൾ വരച്ചു നോക്കുമ്പോൾ ഈ 4 വൃത്തങ്ങളും ഈ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷെ നമുക്ക് തിയററ്റിക്കലായിട്ടാണ് ഇത് തെളിയിക്കേണ്ടത്. അതെങ്ങനെ തെളിയിക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സമഭുജ സാമാന്തരികത്തിന്റെ 2 വികരണങ്ങൾ ഡയഗണൽ വരയ്ക്കാം. ഈ സമഭുജ സാമാന്തരികത്തിന്റെ 2 വികരണങ്ങളാണ് ACDB എന്നുള്ളത്. സമഭുജ സാമാന്തരികത്തിന്റെ റോംബസിന്റെ വികരണങ്ങളുടെ ഡയഗണൽസിന്റെ പ്രത്യേകത അവ പരസ്പരം ലംബമായി സമഭാഗം ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ACDB എന്നുള്ളത് പരസ്പരം ലംബങ്ങളാണ്. ഇന്റർസെക്ട് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിന് നമുക്ക് O എന്ന് പേര് കൊടുക്കാം. ACയും DBയും പരസ്പരം ലംബമായി സമഭാഗം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ 4 കോണുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവ ലംബമായതുകൊണ്ട് പരസ്പരം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ഓരോ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ 90 ആണ്, ഇതും 90 ആണ്, ഈ 4 ആംഗിൾസും 90 ആണ്. അതൊന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ വികരണങ്ങൾ ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന ഈ 4 കോണുകളും 90 വീതമാണ്. ഇനി നമുക്ക് ഓരോ വൃത്തങ്ങളായി പരിഗണിക്കാം. ആദ്യം AD വ്യാസമായിട്ടുള്ള ഈ ഒരു വൃത്തം എടുക്കാം. ഈ AOD എന്നുള്ളത് 90 ആണ്. കാരണം ACDB എന്നീ വികരണങ്ങൾ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. അതുകൊണ്ട് ഈ ഒരു ആംഗിൾ 90 ആണ്. എന്നാൽ ആംഗിൾ AOD എന്നതിൽ AD എന്നുള്ളത് ഈ വൃത്തത്തിന്റെ വ്യാസമാണ്. അപ്പോൾ AOD 90 ആവണമെങ്കിൽ ഇത് അർദ്ധവൃത്തത്തിലെ കോണായിരിക്കണം. അതുകൊണ്ട് O എന്നുള്ളത് ഈ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദു ആയിരിക്കണം. അതുകൊണ്ട് O എന്നുള്ളത് ഈ ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അപ്പോൾ ആംഗിൾ AOD = 90 ആയതുകൊണ്ട് O എന്ന ബിന്ദു ഇനി അടുത്ത ആംഗിൾ എടുക്കാം. ആംഗിൾ AOB. ആംഗിൾ AOB = 90. അപ്പോൾ ഈ AOB = 90. അപ്പോൾ AB വ്യാസമായ ഒരു കോണാണ് കോൺ AOB എന്നുള്ളത്. അത് 90 ആവണമെങ്കിൽ ഈ O എന്ന ബിന്ദു ഈ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദു ആവണം. അതുകൊണ്ട് O എന്നുള്ളത് ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അപ്പോൾ AOB 90 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് അതേ കാരണം തന്നെയാണ് O എന്ന ബിന്ദു AB വ്യാസമായ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ഇനി അടുത്ത ആംഗിൾ BOC എടുക്കാം. ആംഗിൾ BOC = 90. ഇതിലും BOC എന്നുള്ളത് BC വ്യാസമായ ഒരു കോണാണ്. അതുകൊണ്ട് ഈ BOC 90 ആവണമെങ്കിൽ O എന്നുള്ളത് ഈ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദു ആവണം. അതുകൊണ്ട് O എന്നുള്ളത് ഈ വൃത്തത്തിലെ ഒരു ബിന്ദു ആവണം. ആംഗിൾ COD 90. ആംഗിൾ COD = 90. ഈ ആംഗിൾ COD 90 ആണ്. അതേസമയം DC എന്നുള്ളത് ഈ വൃത്തത്തിന്റെ വ്യാസമാണ്. അപ്പോൾ DOC 90 ആവണമെങ്കിൽ O എന്നുള്ളത് ആ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദു ആവണം. അതുകൊണ്ട് O എന്നുള്ളത് ആ വൃത്തത്തിലെ ഒരു ബിന്ദു ആവണം. ഇവിടെ 4 വൃത്തത്തിലും നമ്മൾ ഒരേ കാരണം തന്നെയാണ് പറഞ്ഞത്. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബമായാണ് സമഭാഗം ചെയ്യുന്നത്. അപ്പൊ ACDBയും പരസ്പരം ലംബങ്ങളായതുകൊണ്ട് ഈ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള 4 കോണുകളും 90 വീതമാണ്. അതിലെ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ ആംഗിൾ AOD എന്നുള്ളത് 90 ആണ്. അതേസമയം ആംഗിൾ AOD എന്നതിൽ AD എന്നുള്ളത് ഈ വൃത്തത്തിന്റെ വ്യാസമാണ്. അപ്പൊ AOD 90 ആവണമെങ്കിൽ
ഒ എന്നുള്ളത് ഈ അർദ്ധവൃത്തത്തിലെ ബിന്ദു ആവണം. അതുകൊണ്ട് ഒ എന്നുള്ളത് ഈ വൃത്തത്തിലെ ബിന്ദു ആവണം. അതേ കാരണം തന്നെയാണ് നമ്മൾ തുടർന്ന് എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കോണുകളുടെ പേരും ഡയാമീറ്റർ, വ്യാസം, അതിന്റെ പേരുകൾക്ക് മാത്രമാണ് മാറ്റുള്ളത്. ഒരേ കാരണം തന്നെയാണ് നമ്മൾ എല്ലാത്തിനും പറയുന്നത്. അപ്പൊ ഈ ഒ എന്ന ബിന്ദു എ ഡി വ്യാസമായ വൃത്തത്തിന്റെയും എ ബി വ്യാസമായ വൃത്തത്തിന്റെയും ബി സി വ്യാസമായ വൃത്തത്തിന്റെയും സി ഡി വ്യാസമായ വൃത്തത്തിന്റെയും ബിന്ദുവാണ്. അതുകൊണ്ട് ഈ 4 വൃത്തങ്ങളും ഈ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ 4 വൃത്തങ്ങളും പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു.